PCOD അഥവാ PCOS എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ സർവ്വസാധാരണമായി കഴിഞ്ഞ ഒരു അസുഖമാണ്. പഴയ കാലഘട്ടത്തിലാണെങ്കിൽ വളരെ 5% സ്ത്രീകൾക്ക് മാത്രമേ ഇത് കണ്ടിരുന്നുള്ളൂ. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ 40 മുതൽ 50% വരെ സ്ത്രീകൾക്കും ഇതൊരു സാധാരണ അസുഖമായി മാറിക്കഴിഞ്ഞു. ഈ അസുഖം പ്രധാനമായും സ്ത്രീ ശരീരത്തിൽ പുരുഷ ഹോർമോണുകൾ സ്വാഭാവികമായും ഉണ്ട്. എന്നാൽ PCOD വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പുരുഷ ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടിപ്പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു അസുഖം ശരീരത്തിൽ രൂപപ്പെടുന്നത്. PCOD എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരുപാട് ടെൻഷൻ അടിച്ച് ഹോർമോൺ അസന്തുലിതാവസ്ഥ വരുത്തുന്നതിനേക്കാൾ നല്ലത് ശരിയായ ട്രീറ്റ്മെൻറ്റും ഡയറ്റിങ്ങും ശരിയായ ചികിത്സയും എല്ലാം മൂലം ഏറ്റവും പെർഫെക്റ്റായി ഈ അസുഖത്തെ മാറ്റിയെടുക്കാമെന്നുള്ള വസ്തുതയാണ് നാം ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ ഇതിനെ പരിപൂർണമായി മാറ്റാനുള്ള മരുന്നുകൾ എല്ലാ സിസ്റ്റത്തിലും പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലും ഉണ്ട് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. എന്താണ് PCOD? ഇന്ന് 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്: PCOD അഥവാ PCOS. PCOD പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, PCOS പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പല രോഗങ്ങളുടെയും സമുച്ചയമാണ്. ഒരു ഡിസീസ് മാത്രമല്ല, അതിനെ ബന്ധപ്പെട്ട് പല രോഗങ്ങളും വരുന്നതുകൊണ്ടാണ് PCOS എന്നു പറയുന്നത്. ഇത് പ്രധാനമായും വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പുരുഷ ഹോർമോണിൻ്റെ അധികം അളവ് സ്ത്രീകളിൽ വരുന്നത് കൊണ്ടാണ്. നമ്മുടെ ഓവറിയിൽ, അതായത് സ്ത്രീകളുടെ ഗർഭാശയത്തിന് ഇരുവശങ്ങളിലുമായുള്ള ഓവറിയിൽ കുമിളകൾ പോലെ സിസ്റ്റുകൾ രൂപപ്പെടും. ഇത് സാധാരണയായി വലതുവശത്തും രൂപപ്പെടാം, ഇടതുവശത്തും രൂപപ്പെടാം. ഇതിൽ 15 മുതൽ 20 വരെ സിസ്റ്റുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് പ്രധാനമായും കുമിള രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു മാലയിൽ മുത്തുകൾ കോർക്കുമ്പോൾ ഈ നേർത്ത് വരുന്നത് പോലെ ഈ കുമിളകൾ നമ്മൾ സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ കാണപ്പെടുന്നത്. ഇതിന് എന്തുകൊണ്ട് ഇത് വരുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായും പറയുന്നത് പാരമ്പര്യ രോഗമായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മമാർക്ക് PCOD ഉണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു 50% സാധ്യത ഇതിന് കാണിക്കുന്നുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസായി ഇതിനെ കാണുന്നു. പഴയ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം സ്ത്രീകളും ഒരുപാട് വീട്ടുജോലികൾ തന്നെ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്നവരായിരുന്നു. അതായത് അരയ്ക്കുക, വെള്ളം കോരുക, ഇതെല്ലാം ഒത്തിരി എക്സസൈസ് ഉള്ള ജോലികളായിരുന്നു. അതുപോലെ തന്നെ നിലം തുടയ്ക്കുക, ഇതിനെല്ലാം ഇന്ന് മെഷീൻസ് വന്നപ്പോൾ ആ ഒരു എക്സസൈസൊക്കെ സ്ത്രീകളിൽ ഒരുപാട് കുറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഭക്ഷണ രീതികളിൽ വ്യത്യാസം വന്നു. ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കുന്നു. അതൊക്കെ ലൈഫ് സ്റ്റൈൽ ഈ ഡിസീസിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്നതിൽ വളരെ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. പിന്നത്തെ പ്രധാന പ്രശ്നമായി നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്: ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതും അത് ഊർജ്ജമായി പകർത്തുന്നതും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിയുമ്പോൾ ഈ ഇൻസുലിൻ ഹോർമോണിന് ഈ പഞ്ചസാര തന്മാത്രകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും. അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റാനുള്ള കഴിവ് ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. എത്ര ഭക്ഷണം കഴിച്ചാലും അതൊരു ഊർജ്ജമായി വരാത്തത് കൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് അറിയാതെ തന്നെ കൂടിപ്പോകും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു പ്രധാന കാരണമാണ് PCOD വരാനുള്ളത്. ഇവയെല്ലാമാണ് കാരണമായി നാം ഇന്ന് കണക്കാക്കുന്നത്. ഇനി എന്തുകൊണ്ട് PCOD ലക്ഷണങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ഇതിന് കാണുന്നത്? പ്രധാനമായും കാണുന്നത് ആർത്തവത്തിൽ വരുന്ന ക്രമം തെറ്റലാണ്. അതിൽ തന്നെ പല രീതികളുണ്ട്. പ്രധാനമായും പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ ശാരീരികമായി പൂർണ്ണ വളർച്ച എത്തിയിട്ടും അവർക്ക് ആർത്തവം വരാതിരിക്കുക, അല്ലെങ്കിൽ ആർത്തവം തുടങ്ങി അതിടയ്ക്കിടെ നിന്നു പോകുന്നു, അതിൻ്റെ ഡേറ്റ് തെറ്റിപ്പോകുന്നു, ഇതൊരു കാരണമാണ്. അതുപോലെ തന്നെ ആർത്തവം വന്നു കഴിഞ്ഞാലും ദിവസം കുറവ്, 2 ദിവസം 3 ദിവസം, അതിലും ശരിക്കും ബ്ലീഡിങ് ഇല്ലാതിരിക്കുക, ഇതെല്ലാം ഇതിന് ലക്ഷണമായി കാണുന്നുണ്ട്. ഇതിനൊരു പ്രധാന കാരണം PCOD വരുമ്പോൾ
സാധാരണയായി സ്ത്രീകൾക്ക് 28 ദിവസമാണ് ഒരു ആർത്തവ ചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്നത്. എന്നാൽ PCOD ഉള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും സംബന്ധിച്ച് ആ ഒരു ആർത്തവ ചക്രം നീണ്ടുപോകും. 14 ദിവസം അണ്ടോൽപാദനത്തിന് പകരമായി അതിന് കൂടുതൽ ദിവസം എടുക്കുകയും അണ്ടം പൂർണ്ണ വളർച്ച എത്താതെ 14 ദിവസത്തിൽ കൂടുതൽ എടുക്കുകയും അങ്ങനെ ആർത്തവ ചക്രം നീണ്ടുപോകുന്നത് കൊണ്ട് പലപ്പോഴും ആർത്തവം ക്രമം തെറ്റി വരും. ഇതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. പിന്നത്തെ അടുത്ത ലക്ഷണമായി നമ്മൾ കാണുന്നത് മുടി കൊഴിച്ചിലും രോമവളർച്ചയുമാണ്. രോമവളർച്ചയുടെ പ്രധാന കാരണം പുരുഷ ഹോർമോൺ കൂടുന്നതുകൊണ്ട് പ്രത്യേകമായി താടി, മീശ ഭാഗങ്ങളിൽ സ്ത്രീകൾക്കും മുടി വളരാനുള്ള സാധ്യത ഏറി വരുന്നു. അതുപോലെ തന്നെ അപൂർവം ചില സ്ത്രീകളിൽ നെഞ്ചിൻ്റെ ഭാഗത്തും രോമവളർച്ച കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, അസാധാരണമായി മുടി കൊഴിഞ്ഞു പോകുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നത്തെ ഒരു ലക്ഷണമാണ് മുഖത്ത് കുരു വരുന്നത്. അതായത് ആർത്തവത്തിന് തൊട്ടു മുൻപോ അതുമായി ബന്ധപ്പെട്ട ദിനങ്ങളിലോ മുഖക്കുരു രൂപപ്പെട്ടു വരുന്നു. ഇതും ഈ PCODയുടെ ഒരു ലക്ഷണമാണ്. പിന്നെ വളരെ വൈകി PCOD ആണെന്ന് അറിയുന്നതിൻ്റെ ഒരു കാരണം വിവാഹശേഷം കുട്ടികളില്ലാതിരിക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ച് പല ട്രീറ്റ്മെൻറ്റുകൾക്കും പോകുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത് PCOD ഉള്ളതുകൊണ്ടാണ് വന്ധ്യത വരുന്നതെന്ന്. ഇതിനുള്ള കാരണവും ഈ അണ്ടോൽപാദനത്തിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പം ഇങ്ങനെ പ്രധാനമായും 4 സിംറ്റംസ് ആണ് ഈ PCOD ഉള്ള സ്ത്രീകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആർത്തവം ക്രമം തെറ്റുന്നു, മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ അമിതമായ രോമ വളർച്ച, മുഖക്കുരു, പിന്നെ വന്ധ്യത. ഇതെല്ലാം ഇന്ന് ഇതിൻ്റെ ലക്ഷണങ്ങളായി നാം കണക്കാക്കുന്നതാണ്. കാരണവും ലക്ഷണവും കിട്ടിയാൽ മാത്രം പോരാ, എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇതിനെ പരിഹരിക്കാനായിട്ട് പല രീതികളുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതശൈലി രൂപപ്പെടുത്തണം, അതുപോലെ തന്നെ ഭക്ഷണക്രമം രൂപപ്പെടുത്തണം, ഒപ്പം തന്നെ ചികിത്സാവിധികളും എടുക്കണം. ഭക്ഷണക്രമം രൂപപ്പെടുത്തുന്നതിന് ഒത്തിരിയേറെ കൊഴുപ്പടങ്ങിയ ഭക്ഷണം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതിന് പകരമായി നമ്മൾ നാരുകളടങ്ങിയ ഭക്ഷണം അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സസൈസുകൾ നമ്മൾ കൃത്യമായി ചെയ്യണം. ഈ കൊഴുപ്പ് കൂടുമ്പോൾ പൊണ്ണത്തടി കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കുറയ്ക്കാനായിട്ട് എക്സസൈസുകൾ ഒത്തിരി ഉപകരിക്കും. കൊഴുപ്പ് ശരീരത്തിൽ ഒത്തിരി അടിഞ്ഞുകൂടും. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ സാധാരണ നമുക്ക് തന്നെ മനസ്സിലാവുകയില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്. സ്വാഭാവികമായിട്ട് അളവ് കൂടും. അതിൻ്റെ കൊഴുപ്പെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ തുടയിലും നിതംബത്തിലൊക്കെ അത് അടിഞ്ഞുകൂടും. അങ്ങനെ ആ ഭാഗത്ത് മാത്രം വണ്ണം വെച്ച് വരും. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മൾ ഇതിൻ്റെ ചികിത്സാ രീതി. പ്രത്യേകിച്ച് ഞാനിവിടെ പറയുന്നത് ഹോമിയോപ്പതി ചികിത്സാ രീതിയെക്കുറിച്ചാണ്. ഹോമിയോപ്പതിയിൽ പ്രത്യേകമായും PCODക്കുള്ള ചികിത്സ എന്നത് നാം പറയുമ്പോൾ PCOD എന്നൊരു രോഗത്തെ മാത്രമല്ല അവിടെ സുഖപ്പെടുത്തുന്നത്, ആ ഒരു രോഗിയുടെ പൂർണ്ണമായ എല്ലാ അവസ്ഥകളെയും, മാനസികമായും ശാരീരികമായുള്ള എല്ലാ അവസ്ഥകളെയും നമ്മൾ അതിൽ കണക്കാക്കും. മൊത്തത്തിൽ ഈ രോഗി അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും കണക്കാക്കിയാണ് മരുന്ന് നമ്മൾ കൊടുക്കുന്നത്. അതായത് അവരുടെ ശരീരത്തെ പൂർണ്ണമായും ഒരു വൈറ്റൽ ഫോഴ്സ്, അതായത് ശക്തി പ്രാപിക്കാനുള്ള ഒരു വൈറ്റൽ എനർജിയാണ് നമ്മൾ മൊത്തത്തിൽ കൊടുക്കുന്നത്. ഇതിൽ പ്രത്യേകമായും ഈ രോഗലക്ഷണങ്ങളനുസരിച്ച് അതിൻ്റെ കാരണമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്. എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് PCOD വന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കും. പാരമ്പര്യമായിട്ട് വന്നതാണെങ്കിൽ നമ്മൾ അതിന് ഉള്ള കാരണം കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നുകൾ നൽകും. ജീവിതശൈലിയാണെങ്കിൽ അതനുസരിച്ച് അങ്ങനെയുള്ള കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി ലക്ഷണമനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യും PCODക്ക്. അപ്പോൾ പ്രധാനമായും അതിന് ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഹോമിയോപ്പതിയിലാണെങ്കിൽ ഓരോ വ്യക്തിക്കും മരുന്ന് വ്യത്യാസപ്പെടുത്തിയിരിക്കും. PCODക്ക് ഇന്ന മരുന്ന് എന്ന് നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷെ ഓരോ വ്യക്തികളനുസരിച്ചും മരുന്ന് വ്യത്യാസപ്പെടും. പക്ഷെ അതിൽ പ്രധാനമായും ഗവേഷണ പഠനങ്ങൾ അനുസരിച്ച് വരുന്ന ചില മരുന്നുകളുണ്ട്. അതാണ് താഴെ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് തൂജ എന്നൊരു മരുന്നുണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ ഈ PCOD ഉള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവരുടെ പാരമ്പര്യം അനുസരിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നീക്കിക്കളയാൻ ആ മരുന്നിന് സാധിക്കും. അതുപോലെ തന്നെ മെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മരുന്ന് ഒത്തിരി പരിഹരിക്കപ്പെടും.
ഒലിയം ജക്കോറം എന്നൊരു മരുന്നുണ്ട്. ആ മരുന്നിലാണെങ്കിൽ പ്രത്യേകിച്ച് രോമ വളർച്ച അധികമായി കാണുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഈ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ രോമ വളർച്ചയ്ക്ക് പൂർണ്ണമായും നിന്നു പോവുകയും PCOD ശരിപ്പെടുകയും ചെയ്യും. പിന്നെയുള്ളൊരു മരുന്നാണ് നാട്രം മ്യൂർ. ഇത് ക്രമരഹിതമായ ആർത്തവത്തിന് ഫലപ്രദമായ ഒരു മരുന്നാണ്. ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആർത്തവം കൃത്യമായും 28 ദിവസത്തേക്ക് ക്രമപ്പെട്ടു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു മരുന്നാണ് പൾസാറ്റില. അതായത് വളരെയധികം വേദനയോടുകൂടിയ ആർത്തവമാണെങ്കിൽ, ക്രമം തെറ്റിയ ആർത്തവം, അതിനോടൊപ്പം ഒരുപാട് വയറുവേദന, നടുവേദന അതൊക്കെ ഉണ്ടെങ്കിൽ ഈ പൾസാറ്റില എന്ന മരുന്ന് കൊടുത്താൽ ഒത്തിരി ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ സെപ്പിയ എന്നൊരു മരുന്നുണ്ട്. ആ മരുന്നിലും ആർത്തവം ക്രമം തെറ്റി വരികയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആർത്തവം നിന്നു പോവുകയും അതുപോലെ തന്നെ ആർത്തവം തുടങ്ങി കുറേ കാലഘട്ടത്തിന് അത് നിന്നു, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഈ മരുന്ന് വളരെയധികം ഫലപ്രദമായിരിക്കും. പിന്നത്തെ ഒരു മരുന്നാണ് കൽക്കേരിയ കാർബ്. ഈ മരുന്നിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒത്തിരി ഈ PCOD മൂലം പൊണ്ണത്തടി ആയി വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഈ കൽക്കേരിയ കാർബ് എന്ന മരുന്ന് കൊടുക്കുമ്പോൾ അവരുടെ പൊണ്ണത്തടി നിയന്ത്രിക്കാനും അതുമൂലം PCODയുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാനും ഈ മരുന്ന് സഹായിക്കും. ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഒട്ടും പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സാ രീതിയാണെന്നതിൽ സംശയമില്ല. കാരണം എല്ലാ അമ്മമാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ, പെൺകുട്ടികൾക്കുള്ള ഒരു ടെൻഷനാണ് PCODയുടെ മരുന്ന് കഴിച്ചാൽ ഇനി എന്തെങ്കിലും പാർശ്വഫലം ഭാവിയിൽ ഉണ്ടാകുമോ, അതുമൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പാർശ്വഫലമില്ല എന്നത് 100% ഉറപ്പുവരുത്താവുന്ന കാര്യമാണ്. തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒട്ടും കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ തന്നെ ഇതിനെ പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ഈ അസുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കുകയോ അതുപോലെ തന്നെ ഇതിന് ഭാവിയിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കൃത്യസമയത്ത് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുക, ജീവിതശൈലി മാറ്റുക, നല്ല ഭക്ഷണ രീതികളിലേക്ക് മാറുക, ഇതൊക്കെ ചെയ്താൽ പരിപൂർണമായും സുഖപ്പെട്ട് ഈ നല്ലൊരു ഹെൽത്തി വുമണായിട്ട് ജീവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വന്ധ്യത ഒട്ടും അതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യസമയത്ത് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ മരുന്നെടുക്കുക. ഇതിനെക്കുറിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ പരിപൂർണമായി നമുക്കിതിനെ പരിഹരിച്ചെടുക്കാം.